ഈ നിബിൾസിന്റെ വേത്ത് കാണിച്ച ആക്രമണത്തിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മൾട്ടി കുക്കറാണ്. മുട്ട, പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്തൊരു മെഷർമെന്റ് കപ്പ്. മുട്ടയുടെ ഹാർഡ്നെസ് മാറ്റണമെങ്കിൽ മാറ്റാം. മുട്ടയുടെ കട്ടി ഫസ്റ്റ് ലെയർ എടുത്ത് നമുക്ക് ഇപ്പൊ തിന്നാൻ പറ്റത്തില്ല, ചൂടാവുന്നുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ആണ്, ഉരുകത്തില്ല. ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആയിരിക്കും. സെയിമാ. ഇത് എത്ര മുട്ട പുഴുങ്ങാൻ പറ്റും? ഇത് 10-14 കൊടുത്തേക്കുന്നത്. മുട്ടയുടെ വലിയ ഭാഗത്താ പൊട്ടിക്കണ്ടേ? എന്നടാ കാണിച്ചത്? ഞാൻ പറഞ്ഞ ബുച്ചിച്ചട അടച്ചു വെച്ച് കഴിഞ്ഞ് തന്നെ ഓഫ് ആവും. ഇത് എത്ര നേരം എടുക്കും? ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത്. വെള്ളം വറ്റി തീരുമ്പോ ഓഫ് ആവും. ഞാൻ റിവ്യൂ നോക്കിയപ്പോ നോൺ സ്റ്റിക്ക് തുരുമ്പടിക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തില്ല. ഇതിന് എത്ര രൂപ? 1700 ഈ ഒരു മോഡലേ ഉള്ളൂ. അല്ല, ഇതിന്റെ ചെറുതും കൂടെ. ചെറുതുണ്ട്. കറക്റ്റായിട്ട് വേവിച്ച് കിട്ടിയാലല്ലേ നമ്മൾ പറ്റി അടിക്കുന്നുള്ളൂ. അതുള്ളൂ. നമുക്ക് അടുത്ത പ്രോട്ടീനിലോട്ട് പോകാം. അടുത്ത പ്രോട്ടീൻ This is my product. ഇത് വിപ്രോയുടെ ഒരു 16 ആംപിയർ സ്മാർട്ട് പ്ലഗ് ആണ്. ഒരു നോർമൽ പ്ലഗിനെ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ആയിട്ട് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ് ഉപയോഗിച്ചോ അലക്സ ഉപയോഗിച്ചോ ഒക്കെ കൺട്രോൾ ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ട്, ദിവസവും എത്ര യൂണിറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അറിയണമെങ്കിൽ ഇത് നിങ്ങൾക്ക് അത് ഭയങ്കര യൂസ്ഫുൾ. ഒന്ന് മറ്റേ പഴയ ഫ്രിഡ്ജ് ഒക്കെ നമ്മളോട് പറയും, പഴയ ഫ്രിഡ്ജ് ആയ കൺസംഷൻ കൂടുതൽ എടുക്കും, നിങ്ങൾ മാറണം എന്നൊക്കെ കട ചെല്ലുമ്പോൾ എല്ലാവരും പറയും. ഞാൻ കുത്തുവാണേ. ഇതിന്റെ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാവേ. അതെ, ഇതാണ് വിപ്രോയുടെ ആപ്പ്. അപ്പൊ ഇതിനകത്ത് AC കുറച്ച് ദിവസമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എത്ര യൂണിറ്റ് ഡെയിലി എടുത്തു, മന്ത്ലി എത്ര എടുത്തു, അങ്ങനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാൻ പറ്റും. പവർ അഡാപ്റ്റർ ആണ് 16 ആംപിയർ. അതെ, എന്ന് വെച്ചാൽ നമുക്ക് അതിൽ പമ്പോ എന്ത് വേണേലും കണക്ട് ചെയ്യണേ അതും ചെയ്യാം. റിമോട്ട് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓഫ് ആകുമ്പോൾ അവിടെ ഓഫ് ആകും. അതും ഭയങ്കര കണക്ഷൻ ഒക്കെ ഭയങ്കര ഇൻസ്റ്റന്റ് ഇത് കേട്ടോ. ഇവിടെ തൊടുമ്പോഴേ അവിടെ സാധനം വൈഫൈ ഇവിടെ സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇപ്പൊ ഇത് കണ്ടോ, ഇലക്ട്രിക് എടുത്തു. ഇതിനകത്ത് ഇത് കണ്ടോ, വൈഫൈ ഇല്ലാതെ ഇത് വൈഫൈ കാര്യമ്പോഴത്തേക്ക് ഡേറ്റ തരുമോ? അത് തരും. ഇത് കണ്ടോ, ടുഡേ എന്ന് പറഞ്ഞ ഇങ്ങനെ എനർജി കിടക്കും എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതല്ല ഞാൻ ചോദിച്ചത്. റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിലും അത് സ്റ്റോർ ചെയ്യും ഡാറ്റ. എന്നിട്ട് റേഞ്ച് ഉള്ളിടത്ത് വരുമ്പോ തരും. ഉറപ്പാണ് ആ ഡിവൈസിലാ സ്റ്റോറേജ്. ഈ ഡിവൈസ് ഞാൻ ഇതേ റീസെറ്റ് ചെയ്തു. ഒരു നിന്റെ കുത്തെ കണക്ട് ചെയ്യുവാണെങ്കിലും അതിന്റെ ഇതെല്ലാം കാണും, റീഡിംഗ് എല്ലാം ഡേറ്റ കാണും. കാരണം അതന്നെ, അത് ഓൾറെഡി ഇരുന്നത് വൈഫൈ റേഞ്ചിലാണ്, അത് പുഷ് ചെയ്യുന്നത്. അല്ലല്ല, അല്ലാതെ കിട്ടും. മറ്റേ സ്കൂട്ടർ അത് എത്ര യൂണിറ്റ് എടുക്കുന്നുണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ അത് കാറിനും എല്ലാം കണക്ട് ചെയ്യാം. 16 ആംപിയർ പ്ലഗ്. അപ്പൊ നമുക്ക് കറക്റ്റ് യൂസേജ് അറിയാം എത്ര. അതും റിയൽ ടൈം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും യൂണിറ്റ് പ്രൊഡക്റ്റ് കണക്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ കാണിക്കും. വില എത്ര? 985 രൂപ. ഞാൻ പറഞ്ഞ 1285. മുട്ട എടുക്കാം. പൊട്ടിയൊന്നുമില്ലല്ലേ? മറ്റേതൊന്നും എടുത്തടാ. അതെന്നാടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഓ, അവൻ ചുരുണ്ടി കളയണം. ഇവിടെ ആ എയർ ആട്ട് ബബിൾ നിൽക്കുന്നിടത്ത് ഹോള് പഞ്ചാണ്. അപ്പൊ ഇങ്ങനെ വരത്തില്ല. ഉപ്പും കുരുമുളകും ഉണ്ടാവുന്ന എടുത്തടാ. നല്ല ചൂടുണ്ട് കേട്ടോ. കിടില മുട്ട. ജിമ്മിലൊക്കെ പോകുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ. ഇല്ല, ഞാൻ പറയില്ലേ, ഹോസ്റ്റൽ ലൈഫ് പക്ക. എടാ അവന് കൊടുക്കണം ആദ്യമേ. അവൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ സിമ്പിൾ ആൻഡ് പവർഫുൾ ആണ്. ജാവയാണോ? ജാവയല്ല, വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക. നമ്മുടെ റൂമിലൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊക്കെ ഇതിരുന്നു. വാഷിംഗ് മെഷീന് എല്ലാ ഡ്രസ്സും കൂടെ എടുത്തോണ്ട് പോലും നമ്മൾ അകത്തിരുന്ന കുറച്ച് അതൊക്കെ ഇങ്ങനെ വഴി കൂടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറെ ഡ്രസ് എല്ലാം കൂടെ ഇതിന് 500 രൂപയുണ്ട് ഈ സാധനത്തിന്. അല്ല, ഇതിന് ഒരു വൃത്തിയൊക്കെ ഉണ്ട്, പക്ഷേ വാല്യൂ ഉണ്ടോ എന്നുള്ളതാണ്. വാല്യൂ ഉണ്ട്. ഇവിടെ കൊണ്ടുവന്ന് ഇത് പറയാനുള്ള മേന്മയല്ലേ ഇതിന്റെ മേന്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡബിൾ ആണ്. ഇത് എന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കാനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫോൾഡ് ചെയ്യണ്ട. വല്ല ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിൽ ഒരു വേസ്റ്റ് തുണി അവിടെ കൊണ്ടുവെക്കും. തുണി എന്തായാലും നമ്മൾ കഴുകാനിടുവാണെങ്കിൽ പിന്നെ ഇതെന്തിനാ തുണി കഴുകാനും കിട്ടാൻ പോരെ? ഞാൻ ചോദിക്കട്ടെ, നിന്റെ വീട്ടിൽ ഒരു ബക്കറ്റ് വെക്കുന്നു, ആ ബക്കറ്റ് എടുത്ത് നീ എങ്ങോട്ട്? ഞാൻ ഉത്തരവാദിത്തമുള്ളവരെ, ഞാൻ അലക്കേണ്ട തുണി അപ്പൊ എടുത്ത് നിയർ ബൈ വാഷിംഗ് മെഷീൻ അവിടെ കൊണ്ടുപോയി. വാഷിംഗ് മെഷീൻ വിട്, വീട്ടിലൊരു ബക്കറ്റ് വെച്ചേക്കുന്നു, ഗസ്റ്റ് വരുന്നു, അപ്പൊ ആ റൂമിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല ഈ സാധനം. അതിന് ഒട്ടിച്ചു വെച്ചേക്കോ? അല്ല, മാറ്റാൻ പറ്റത്തില്ല. ഗസ്റ്റ് വരുമ്പോ കിടക്കാനുള്ള ബക്കറ്റ് നമ്മൾ മേടിച്ചേക്കണം. ഞാൻ എന്നാലും ഇത് മേടിച്ചതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് നമ്മൾക്ക് ഇപ്പം ബക്കറ്റ് ആണെങ്കിൽ അതും പിടിച്ചോണ്ട് പോകണ്ടേ, ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് പോവാതെ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബയോഡിഗ്രേഡബിൾ അല്ലേ? അതെ, അത് പാഴ് വസ്തു കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഇത്. അതുകൊണ്ട് നമുക്ക് ഇത് സിമ്പിൾ ആയിട്ട് തന്നെ പറഞ്ഞു പാഴ്. ആദർശിന്റെ പ്രോഡക്റ്റിലേക്ക് കിടക്കാം അല്ലെ? അതിന് പ്രൊഡക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിബിൾസിന് വേണം. എവിടെ എന്റെ നിബിൾസ്? നമ്മള് 2 പെറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. This is my product. ഇത് കുൽഫി അല്ല. ഞാൻ മറ്റേ മുളകൊക്കെ തേച്ചതിന് ഇങ്ങനെ അതിനു വേണ്ടി ഡ്രസ് വേണ്ടേ? ഡ്രസ്സും ചെയ്യാം, ആനിമൽസിനും ചെയ്യാം. ഞാൻ ഇറക്കട്ടെ, വെളിയിൽ ഇറക്കട്ടെ. ഒറ്റ ചാടത്തിന് ചാടിക്കോളും. ചാടുന്നില്ല, ഞാൻ എവിടെ വരാൻ പോലെ ഞാൻ ഇറക്കാം. കൂടെയുള്ള പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് പോയി. മനുഷ്യ അതിനൊന്നും അല്ലടോ ഇത് ഉപയോഗിക്കുന്നത്. ഇത് ലിൻഡൽ റോൾ, ഇത് ഗ്രോത്തിന് ഉപയോഗിക്കാം. ഒരെണ്ണത്തിന്റെ പശ കഴിഞ്ഞാൽ
ഇത് ജസ്റ്റ് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാം. റാബറ്റിന്റെ മുഖത്തിട്ട് വരയ്ക്കുന്നതല്ല, പെറ്റിന്റെ ഊതിരക്കാന്ന് പറഞ്ഞ സാധനം. ഫർണിച്ചർ, കാർപ്പറ്റ്, പെറ്റ് ഫാർ, ഡസ്റ്റ്, ഡേർട്ട്. പെറ്റ് ഫാർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മണ്ടക്കിട്ട് ഉറയ്ക്കണം എന്നല്ല. ഇവിടെ ഇങ്ങനെ ഉടുപ്പെ പറ്റി മണ്ട, ഇത് കേട്ടോ? അതിന് നേരത്തെ വേദിക്കത്തില്ല, എനിക്ക് അറിയാം. ഇത് കണ്ടോ, ഇതാണ് യൂസ്. അല്ലാതെ ഇത് മണ്ടക്കിട്ട് ഉണ്ടാക്കുന്നതല്ലടോ. കൊള്ളാലോ, ഈ നിബിൾസിന്റെ വേത്ത് കാണിച്ച ആക്രമണത്തിനെതിരെ ഞാൻ പ്രതിഷേധിക്കുന്നു. ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാ? ഇത് 60 റോള് വരുന്നുണ്ട്, 60 പീസ്. ഇത് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യാം. ഓ ഒരെണ്ണത്തിന്റെ പശ മൊത്തത്തിൽ പോയെന്ന് പറയുമ്പോൾ ഇത് പീൽ ഓഫ് ചെയ്യാം. ഞാനോ എന്നാ എടുത്തോ ടാസ്ക് സന്തോഷത്തോടെ. സന്തോഷാ പോരെ അത്. ഇങ്ങനെ അല്ലായിരുന്നില്ല മുഖം. ഇല്ലാത്ത കല്യാണത്തിന് പോയി ഫുഡ് അടിക്കുക. പറ്റിയ ടാസ്ക് ആണ്. 2 ഫോട്ടോയും എടുത്തേക്കാം. അങ്ങനെ വാ പോയേക്കാം. ഇന്നത്തെ ടാസ്ക് എവിടെയാണെന്നായിരിക്കില്ല ചിന്തിക്കുന്നത്. ടാസ്ക് അൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയിട്ടില്ല. വിശാഖ ഞങ്ങൾക്ക് പോസ്റ്റ് തന്നു. അപ്പം അത് പറയാനായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ വന്ന കേട്ടോ. ആദർശ് മധ്യപ്രദേശാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഷൂട്ടൊക്കെ ആയിട്ട് കോഴിക്കോടിന് ഇന്നലെ തിരിച്ചതാണ്. അപ്പോൾ ഇന്ന് തൃശ്ശൂർ എത്തി. ഇന്ന് നമ്മൾ തിരിച്ച് കോട്ടയത്തേക്ക് വരികയാണ്. അപ്പോൾ ഇന്നാണ് നമ്മുടെ വീഡിയോ ലൈവ് ആവേണ്ട ഡേറ്റ്. ടാസ്ക് ഇതുവരെ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 12:30 വിശാഖ വിളിച്ചിട്ട് പറയുക, നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള കല്യാണം ഈ മാസമല്ലടാ, അടുത്ത മാസം ആടാന്ന് പറഞ്ഞു. ആ വൃത്തികെട്ടതിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അവൻ എപ്പോഴും മറ്റേ ഞങ്ങളുടെ എപ്പിസോഡ് പള്ളി തന്ന് കുളം തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പറയാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് വന്നത് തന്നെ. അപ്പോൾ വിശാഖനായിട്ട് കൊടുക്കാൻ ഒരു എക്സ്ട്രീം പണി നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവനെ തീക്കകത്തൂടെ ചാടിച്ച പോലത്തെ അങ്ങനത്തെ റിസ്കി ആയിട്ടുള്ള സാധനമല്ല, അല്ലാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പണി. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ 3 പേരും കൂടെ 3 ടാസ്ക് എടുത്തിട്ട് 3 അവനെ കൊണ്ട് ജയിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വിശാഖന് എപ്പോഴും ടാസ്ക് കിട്ടുന്ന കാരണം അതിലൊരു ത്രില്ല് കാണത്തില്ല. ആൾക്കാരിങ്ങനെ പാവം എന്ന് വിചാരിക്കും. അപ്പോൾ അതിന് പകരം നമ്മളൊരു അൾട്ടിമേറ്റ് പണി കൊടുക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ടാസ്ക് ഇല്ലാത്തതിന് ക്ഷമിക്കുക. നമ്മൾ കിടിലൻ ടാസ്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുമായിരിക്കും അല്ലേ? അതോ അതിന് മുമ്പേ പറഞ്ഞു നോക്കട്ടെ. ഞങ്ങളത് നോക്കിയിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ. അങ്ങനെ പോട് വെട്ടക്കാട്ട്